ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസത്തിന് പ്രത്യേകമായ പ്രാതിനിധ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലെങ്കിലും ഒരു ദൈവഭക്തൻ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ അറിവുകളെന്ന് പറയുന്നത്. ലോകമനുഷ്യനാരും പരാജയത്തെപ്പറ്റി പല രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ദൈവമനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിശ്വാസമായിരിക്കും അകത്തളങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് തനിക്കെതിരെ വെല്ലുവിളികളും തനിക്കെതിരെ വലിയ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്ന് തന്നെ തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ ഫെലിസ്ത്യ മലനായിരിക്കുന്ന ഗോലിയാത്ത് തന്നെ കൊല്ലുവാൻ വേണ്ടി കുന്തം കൊണ്ടും ആയുധങ്ങൾ പലതും കൊണ്ടുവന്ന് തനിക്കെതിരെ വെല്ലുവിളിച്ചപ്പോഴും താൻ ഭയപ്പെട്ടില്ല. ഞാൻ ഭയപ്പെടുന്ന ആൾ നിന്നെ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ താൻ പല ആയുധങ്ങളുമായി കടന്നു വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു. ജയം നൽകുന്ന ദൈവമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച് കടന്നു വരുന്ന ദാവീദിനെ നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വെല്ലുവിളിയുടെ മുമ്പിൽ പരാജയപ്പെടാതെ, ഭീതിപ്പെടാതെ, മാറി നിൽക്കാതെ, വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജയം മാത്രം ഉള്ളിൽ പ്രഖ്യാപിച്ച് തൻ്റെ കവണയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഫെലിസ്ത്യമലനായിരിക്കുന്ന ഗോലിയാത്തിൻ്റെ തിരുനെറ്റിയിൽ തന്നെ എറിഞ്ഞു. അവൻ വീണു. അവൻ്റെ ഉറയിൽ നിന്ന് വാളെടുത്ത് അവനെ കൊന്നുകളഞ്ഞ ജയം പ്രാപിച്ച ഒരു ദാവീദിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ സമയത്തൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ദൈവമക്കളാകുന്ന നമ്മൾ പരാജയപ്പെട്ടവരല്ല, ജയം പ്രാപിച്ചവരാണ്. ജയത്തിൻ്റെ കൊടി നമ്മുടെ കരങ്ങളിലുണ്ട്. അത് പരാജയത്തിൻ്റെ കരങ്ങളിലല്ല ദൈവം കൊടുക്കുന്നത്. ജയം പ്രാപിച്ച ദൈവമക്കളുടെ കരങ്ങളിലാണ് ജയത്തിൻ്റെ കൊടി കൊടുക്കുന്നത്. ആരെങ്കിലും പരാജയപ്പെട്ട് തകർന്നു പോയി ഇനി മുൻപിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല, ദൈവം ജയത്തിൻ്റെ ദൈവമാണ്. ജയത്തിൻ്റെ കൊടി നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ആ അഭിഷേകത്താൽ, കർത്താവ് തരുന്ന അഭിഷേകത്താൽ നാം മുൻപോട്ട് കാലുവെക്കുന്നുവെങ്കിൽ ഒരിക്കലും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ ഇറങ്ങത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവന് എന്നോട് കൂടെ ഇരിക്കുവാൻ ഞാൻ വരം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ അധികാരം കൊടുക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു ജയജീവിതം ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ രാജ്യത്തിനകത്ത് ഒരു ജയം യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സമർപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു.